ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കളും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. പരിശുദ്ധനാകുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവും സർവകൃപാലുവുമായ മഹാദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പാഠങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി നമുക്ക് പഠിക്കുവാനിടയായി. ഈ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അറിയപ്പെട്ടതായിരിക്കുന്ന രണ്ട് വിഷയങ്ങൾ, തൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന യോസഫിന്റെ പേരിലും തന്നെ പ്രസവിച്ച അമ്മയാകുന്ന മറിയത്തിന്റെ പേരിലും കർത്താവായ യേശു അറിയപ്പെട്ടു എന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും ഇടയായി. ഇന്ന് വീണ്ടും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അറിയപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു ജീവിച്ചതായിരിക്കുന്ന സ്ഥലത്തിന്റെ പേരിൽ അവിടുന്ന് അറിയപ്പെട്ടു. രണ്ട്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന ജോലിയുടെ ബന്ധത്തിൽ അവിടുന്ന് അറിയപ്പെട്ടു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ജനിച്ച ശേഷം ഹെരോദാവിനെ ഭയന്ന് ഈജിപ്റ്റ് എന്ന മിസ്രൈമിലേക്ക് പലായനം ചെയ്തു. ഹെരോദാവിന്റെ മരണശേഷം അവിടുന്ന് മടങ്ങി വന്നു. തൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന യോസഫും മറിയയും യേശു കർത്താവും മടങ്ങി വരുന്ന സമയത്ത് ഹെരോദാവിന്റെ മകൻ യഹൂദ ദേശം വാഴുന്നതുകൊണ്ട് അവിടെ താമസിക്കാനായിട്ട് ഭയന്നിട്ട് അവർ നസ്രത്ത് എന്ന ആ ചെറിയ പട്ടണത്തിലേക്ക് അവർ കടന്നുപോയി. അവിടെ താമസമാക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ തിരുവെഴുത്തിൻ പ്രകാരം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് നസ്രത്ത് എന്ന പട്ടണത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നസ്രനായിരിക്കുന്ന യേശു എന്ന് എല്ലാവരും ഒരുപോലെ വിളിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. നസ്രത്തിൽ വന്നെന്നുള്ളതായിരിക്കുന്ന പ്രവാചകൻ എന്ന് മറ്റുള്ളവർ കർത്താവിനെ സംബോധന ചെയ്യുവാൻ ഇടയായി തീർന്നു. ഈ കാര്യം ഭൂതങ്ങൾക്ക് പോലും അശുദ്ധാത്മാക്കൾക്ക് പോലും അറിയാവുന്ന സത്യമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്നും അവൻ നസ്രനായിരിക്കുന്ന യേശുവേ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കർത്താവായിരിക്കുന്ന യേശു നസ്രായൻ എന്ന് ഭൂതം ബാധിച്ച മനുഷ്യൻ പോലും വിളിച്ചു പറയത്തക്കവണ്ണം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അറിയപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഗലീല എന്ന ജില്ലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ നിന്നും വന്നതുകൊണ്ടാണ് യഹൂദന്മാർക്ക് കർത്താവിനെ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും സാധിക്കാത്തത്. കാരണം ദാവീദിന്റെ പട്ടണമായിരിക്കുന്ന ബത്ലഹേമിൽ നിന്നും യേശുക്രിസ്തു അഥവാ മശിഹ വരും എന്ന് അവർ കാത്തിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പിനെ സഫലമാക്കാത്ത രീതിയിലായിരുന്നു കർത്താവായ യേശു നസ്രത്തിൽ നിന്നും വന്നത്. കർത്താവായ യേശു ബത്ലഹേമിൽ നിന്നും
വരുന്നവനായിരുന്നു എങ്കിൽ ഒരു വിധത്തിൽ യഹൂദന്മാർ കർത്താവിനെ അംഗീകരിക്കുമായിരുന്നു. എന്നാൽ അത് അവർക്ക് മറഞ്ഞിരുന്ന ഒരു സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 45 മുതൽ 53 വരെയുള്ള വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഗലീലക്കാരനായിരിക്കുന്ന യേശു, ഗലീല എന്ന ജില്ലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലെ യേശു എന്ന് അറിയപ്പെടുന്നു. തിരുവചനത്തിൽ ഏകദേശം 20 തവണ നസ്രായൻ എന്ന പ്രയോഗം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ച സമയത്ത് നസ്രയനായിരിക്കുന്ന യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ഒരു ബോർഡ് കർത്താവിന്റെ ക്രൂശിന് മുകളിൽ പതിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:19. നസ്രയനായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു എന്ന് അപ്പോസ്തലന്മാർ തങ്ങളുടെ സന്ദേശത്തിൽ പറയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 6:14. 2. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നസ്രായൻ എന്നറിയപ്പെട്ടതുപോലെ അവിടുന്ന് അറിയപ്പെട്ട മറ്റൊരു നാമമാണ് തച്ചൻ, അഥവാ ഇവൻ മരപ്പണിക്കാരനല്ലയോ തച്ചനല്ലയോ എന്ന് ജനം പറഞ്ഞു. മത്തായി സുവിശേഷം 13:55 ഇവൻ തച്ചന്റെ മകനല്ലയോ. മാർക്കോസ് 6:3 ഇവൻ തച്ചനല്ലയോ എന്ന് പറയത്തക്കവണ്ണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അന്ന് ഒരു തച്ചന്റെ മകൻ എന്നുള്ള നിലയിൽ, ഒരു തച്ചൻ അഥവാ മരപ്പണിക്കാരൻ, കാർപ്പൻഡർ എന്നുള്ള നിലയിൽ കർത്താവായ യേശുക്രിസ്തു അറിയപ്പെട്ടു. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ദൈവപുത്രനായിരുന്ന കർത്താവായ യേശു ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് പോലെ നമ്മൾ ജീവിച്ചതായിരിക്കുന്ന സ്ഥലത്തിന്റെ പേരിൽ അവിടെ നിന്ന് അറിയപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയുടെ ബന്ധത്തിൽ നമ്മെ അറിയപ്പെടുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ ആ വിധത്തിൽ അറിയപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ഈ തിരുവെഴുത്തുകളിൽ നിന്നും നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. ഈ പ്രഭാതത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചു അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും ആഴത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സത്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും കർത്താവ് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയം എന്നോട് ചേർന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത എല്ലാ മാതാപിതാക്കളെയും സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.